ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നലെ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഇട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വന്നിട്ട് എന്ത് പറ്റി 2 ദിവസം കണ്ടില്ലല്ല, അടുത്തടുത്ത് 2 ദിവസം കാണാതെ നിങ്ങൾ വന്ന് അന്വേഷിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ വ്ളോഗ് ഇടുന്നത്. കാര്യമായിട്ടൊന്നും തന്നെ ചെയ്തിട്ടില്ല. കാരണം എൻ്റെ പല്ലിൻ്റെ പ്രധാനപ്പെട്ട കേടുള്ള പല്ല്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തടുത്ത ദിവസങ്ങളിൽ 2 തവണ പോകേണ്ടി വന്നു. ഇപ്പോൾ ടോട്ടല് 5 വിസിറ്റ്, അത് തന്നെ 5 വിസിറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനിയും 2 കാര്യങ്ങൾ. അപ്പോൾ ആ പല്ലിൻ്റെ കാര്യം ഞാൻ ഏറ്റവും അവസാനം ഞാൻ കാണിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിക്കാം, കേടുണ്ടായിരുന്നത് എങ്ങനെയാണെന്നും അതിന് ശേഷം എങ്ങനെയായി എന്നുള്ളതും ഞാൻ കാണിക്കാം കേട്ടോ. ഇപ്പോൾ ഏതായാലും ഞാൻ കാണിക്കുന്നില്ല, ഏറ്റവും അവസാനം തന്നെ കാണിക്കാൻ ഒന്നിച്ചെന്ന് വിചാരിച്ചു. അപ്പോൾ ഇൻഡോമി നൂഡിൽസിന് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചപ്പോൾ കുറേ അധികം പേര് ഇതെവിടെ കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഡോമി നൂഡിൽസ് നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ ഓൺലൈനിൽ വേണമെന്നുണ്ടെങ്കിൽ മേടിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ചിലവർ സോൾട്ട് കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ട്. സോൾട്ടിൽ നിന്നാണ് ഏറ്റവും ആദ്യം ഞങ്ങൾ മേടിക്കുന്നത്. സോൾട്ടിൽ എല്ലാ ഫ്ലേവറുകളും ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഏതൊരു സൂപ്പർ മാർക്കറ്റ്, കൊള്ളാവുന്ന സൂപ്പർ മാർക്കറ്റുകളിലുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് 2 ഫ്ലേവറിൻ്റെ ഇതുകൊണ്ട് ഞാൻ 2ആയിട്ട് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചതുകൊണ്ട് അതിൻ്റെ ഓയിലെല്ലാം കട്ട പിടിച്ചിട്ടുണ്ട്. ഉറുമ്പ് കയറുന്നത് പുറത്ത് വെച്ച് കഴിയുമ്പോഴേ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നുണ്ട് ഓയിൽ. അപ്പോൾ അത് വെളിച്ചെണ്ണയാണ് എന്നെനിക്ക് മനസ്സിലായി. വെളിച്ചെണ്ണയെ കട്ട പിടിക്കുകയുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണയുടെ അകത്ത് ഒണിയൻ ഇട്ടിട്ട്, ഒണിയൻ ഓയിലാണിത്. അപ്പോൾ അതിൻ്റെ കട്ട പിടിച്ചത് കൊണ്ട് വെള്ള കളറിലിരിക്കുന്നതാണ്. മറ്റേത് സോയാ സോസാണ്. പിന്നെ 2 ടേസ്റ്റ് മേക്കറുകൾ, അങ്ങനെ 4 സംഭവമാണ് ആ ഒരു പാക്കറ്റിലുള്ളത്. ഈ പാക്കറ്റിലുള്ളത് 2 ടേസ്റ്റ് മേക്കറുകളും പിന്നെ ഒണിയൻ ഓയിലും മാത്രമാണ്, സോയാ സോസ് ഇല്ല. അപ്പോൾ ഇത്തവണ നമ്മൾ 3 ഫ്ലേവറിലുള്ള പാക്കറ്റുകളാണ് മേടിച്ചിട്ടുള്ളത്. അതിൽ ഒരു ഫ്ലേവറിന് നേരത്തെ തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് 2ഉം ഒന്നിച്ചെടുത്തിട്ട് തീർക്കണേ. കാരണം ഇന്നിപ്പോൾ എനിക്ക് നല്ല ഒരു ചെയ്യാനൊക്കെ ആയിട്ടൊന്നും പറ്റാത്ത ഒരു ദിവസമായതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് ഇന്നിപ്പോൾ ഒന്നും ഉണ്ടാക്കണ്ട, ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. അങ്ങനെ നൂഡിൽസ് 2ആയിട്ട് തന്നെ ഉണ്ടാക്കി. അപ്പോൾ റിച്ചാർഡിനെ ആ 2 പാക്കറ്റ് ഇട്ടത് ആ ഒരു ഫ്ലേവർ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സോയാ സോസ് കൂടി ചേർത്തിട്ടുള്ളത്. മറ്റേത് ഞാനും പപ്പയും എടുക്കാമെന്ന് വിചാരിച്ചാൽ അത് 3 പാക്കറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും അതെടുക്കാം. മറ്റേത് 2 പാക്കറ്റ് റിച്ചാർഡിന്. അപ്പോൾ ഈ പാൽ ഇതിൻ്റെ ഇടയിൽ തിളച്ച് തൂയിപ്പോയി. ഇത് നമ്മളുടെ പാക്കറ്റ് മറ്റേ ടെട്രാ പാക്കിൽ വരുന്ന പാലാണ് കേട്ടോ. ആ ടെട്രാ പാക്കിൻ്റെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ നമ്മളത് തീർത്തിരിക്കണം. പിന്നെ അത് കേടാകുമെന്നാണ് അതിനകത്ത് പറഞ്ഞേക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പാല് വൈകുന്നേരം വരെ വെച്ചിട്ട് ചായ ഉണ്ടാക്കിയാൽ നേരം പോകും, സമയം കഴിഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള പാലെടുത്തിട്ട് റിച്ചാർഡിന് 2 പാക്കറ്റ് ബൂസ്റ്റും കൂടി ഇട്ടിട്ട് അതൊന്നും അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചെടുത്തതാണ്. അല്ലെന്നുണ്ടെങ്കിൽ കട്ടൻ കാപ്പിയാണ് സാധാരണ കഴിക്കണത്. എനിക്കും അപ്പോൾ കട്ടൻ കാപ്പി ഉണ്ടാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബൂസ്റ്റ് അന്വേഷിച്ച് വന്നപ്പോഴാണ് ഈ ഒരു ബോക്സിനകത്ത് കുറേ സാധനങ്ങൾ ഇരിക്കണത് ഞാൻ കണ്ടത്. ഇതൊക്കെ മേടിച്ച് വെച്ചിട്ട് ഞാൻ മറന്നു പോകുന്നതാണ് എടുക്കാൻ. അപ്പോൾ കോഫി പടോൻ്റെ ഇതുപോലത്തെ സാച്ചസ് മേടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് കട്ടായി പോകില്ല എന്ന് വെച്ചാൽ അതൊക്കെ മേടിച്ച് വെച്ചിട്ട് എടുക്കാൻ മറന്നുപോയി. പിന്നെ ഈ സൂപ്പിൻ്റെ പാക്കറ്റൊക്കെ മേടിച്ച് വെച്ചെങ്കിലും അതൊക്കെ എടുക്കാനായിട്ട് ഓർക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഇത് നോക്കിയപ്പോഴത്തേക്കും കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടു. അതിനകത്ത് ഒരു പാക്കറ്റ് ബേക്കിംഗ് സോഡ ഇരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മസാല പൊട്ടിച്ചത് ബാക്കി വന്നതൊക്കെ അത് ഉണ്ട്. അപ്പോൾ അങ്ങനെ സാധനങ്ങൾ കുറച്ച് അതിനകത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നൊന്ന് നോക്കി രണ്ടാമതെടുത്ത് വെച്ചതാണ്. അപ്പോൾ ഒന്ന് ഓർമ്മ കിട്ടുമല്ല ഈ സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഇരിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അതെടുത്ത് ഒന്നാക്കി വെച്ച്. ഇപ്പോൾ ഹോർലിക്സിൻ്റെത് അത് എനിക്കും പപ്പക്കും ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കാൻ തോന്നിയാൽ കഴിക്കാനാണ് ആ സാച്ചസ് മേടിച്ച് വെച്ചേക്കണം. കാരണം നമ്മൾ ബോട്ടിലുകൾ മേടിച്ച് വെക്കുമ്പോൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യണവർക്കാണ് അത് നല്ലത്. നമ്മൾ വല്ലപ്പോഴും മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പോൾ ഇതാവുമ്പോൾ അങ്ങനെ ഉപയോഗിക്കാം. നേരത്തെ ഒരു ദിവസം കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ കാണിച്ചിട്ടില്ലേ ഇതുപോലെ ബൂസ്റ്റിൻ്റെ ഒരു മാല കട്ടയിട്ടിരുന്ന് വെച്ചത്. കാരണം ഞാനത് മറന്നു പോകും വെച്ച് കഴിഞ്ഞിട്ട്. റോജറിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ മേടിച്ച് വെക്കുന്നില്ല. അപ്പോൾ റോജർ പോയി കഴിഞ്ഞ് ബാംഗ്ലൂരേക്ക് പോയി കഴിഞ്ഞിട്ട് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചതുമില്ല, ഇത് കയ്യിലുണ്ടെന്നുള്ളതും അറിയില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം അലമാരിയുടെ ഒതുക്കൽ നടക്കുന്ന സമയത്താണ് ഈ ഒരു മാല അങ്ങനെ തന്നെ കല്ല് പോലെ ആയിപ്പോയി. ഓരോന്നും കല്ലായിട്ട് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ അടിക്കുമ്പോൾ കല്ലുകൊണ്ട് എറിയണ പോലത്തെ ഒരു ശബ്ദമാണ്. അത്രയും സ്ട്രോങ് ആയിട്ട് കല്ല് പോലെ ആയിപ്പോയി.
അങ്ങനെ ഒരു ഫുള്ള് വലിയൊരു മാല 10 പാക്കറ്റ് അങ്ങനെ തന്നെ പോയത് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതാണ് എൻ്റെ ഒരു ഓർമ്മക്കുറവ്. വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാനത് മറന്ന്. അപ്പോൾ ഇന്നത്തെ ഗാർബേജ് പ്ലാസ്റ്റിക് കൊടുക്കുന്ന ദിവസമാണ് കേട്ടോ, പ്ലാസ്റ്റിക് ഡേ ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് കാർട്ടണുകൾ ഇവിടെ ഉള്ളതൊക്കെ എടുത്ത് അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക് മാത്രം പുള്ളി കൊണ്ടുപോയിട്ടുണ്ട്. കാർട്ടണുകൾ മഴ ചെയ്തുകൊണ്ട് ഇവിടെ തന്നെ ഇരിക്കട്ടെ, വൈകുന്നേരം വന്നിട്ട് കൊണ്ടുപോകാം. അപ്പോൾ അവർക്കത് ഭദ്രാവതിക്ക് കൊടുത്ത് പൈസ മേടിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് അവരത് നനക്കാതെ ഇവിടെ വെച്ചിട്ട് പോയത് കേട്ടോ. എപ്പോഴും അങ്ങനെയാണ്. കാർട്ടണുകളും അതുപോലെ ഇത്തിരി നല്ല പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളെല്ലാം അവർ പെറുക്കിയിട്ട് ഭദ്രാവതിക്ക് കൊടുത്ത് ആ ഒരു പൈസയും കൂടി അവർക്ക് കിട്ടുമല്ലോ. അതിന് വേണ്ടിയിട്ട് ആ കാർട്ടണുകളെല്ലാം അവിടെ തന്നെ വെച്ചിട്ട് പോയേക്കണേണ് കേട്ടോ. അപ്പോൾ ഇപ്പം മീനൊന്നും കാര്യമായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ബീഫ് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ കൊണ്ടുവന്ന് തന്നതായിരുന്നു കേട്ടോ. അപ്പോൾ 2 കിലോ ബീഫുണ്ട്. കഴിഞ്ഞ തവണ 1 കിലോ ബീഫ് മേടിച്ചിട്ട് തീരെ കുറവല്ലേ ഉണ്ടായിരുന്നു. അപ്പോൾ 2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മാറ്റി വെക്കാമല്ലാന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ കറിയാക്കാനായിട്ട് കുറച്ച് പകുതിയോളം എടുത്തിട്ട് ഇത്തിരി വലിയ പീസുകൾ ആക്കിയിട്ട് വിന്താൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വ്ളോഗിൽ കാണിക്കാനായിട്ട് ഞാൻ ഒന്നും പ്രത്യേകിച്ച് ചെയ്യുന്നില്ല. സാധാരണ എപ്പോഴുമൊക്കെ ചെയ്യുന്ന കുക്കിംഗ് തന്നെ ചെയ്യണത്. പക്ഷെ നിങ്ങൾ വന്നിട്ട് അന്വേഷിക്കും, 2 ദിവസം കണ്ടില്ലല്ലോ ചേച്ചി, എന്ത് പറ്റിയെന്ന് അന്വേഷിക്കും. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചത്. കാരണം വ്ളോഗിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇന്നലെയും നമ്മൾ വീഡിയോ ഇട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്നും ഇട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വന്നിട്ട് അന്വേഷിക്കും എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അത് വേണ്ടല്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇടുന്നതാണ്. അതുകൊണ്ട് ഈ കാണിച്ചത് തന്നെ ചേച്ചി കാണിക്കുന്നല്ല എന്നുള്ളൊരു പരാതി ഉണ്ടാകും. പക്ഷെ ഇതാണ് കാരണം. പഴയതുപോലെ കഴിക്കാനായിട്ടൊന്നും ആരുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടമുള്ള സാധനങ്ങൾ എപ്പോഴും കഴിക്കുന്നതായിട്ടുള്ള സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാലല്ലേ അവർ കഴിക്കുകയുള്ളൂ. പപ്പയൊക്കെ അങ്ങനെയാണ്. പപ്പക്കൊന്നും പരീക്ഷണങ്ങളൊന്നും അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ ഇതൊക്കെ പപ്പക്കും എനിക്കും വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇന്ന് വെളുത്തുള്ളി ഇഞ്ചിയൊന്നും പൊളിക്കാനായിട്ടുള്ള ഒരു ക്ഷമയില്ല. സാധാരണ വെളുത്തുള്ളി ഇഞ്ചിയും പൊളിച്ച് ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഞാൻ ഇടുന്നത് ബിന്ദാലുവിൽ. അപ്പോൾ ഇന്നും കഴിഞ്ഞ തവണ ഉണ്ടാക്കിയപ്പോഴും ഇതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഇട്ടത്. പക്ഷേ വലിയ കുഴപ്പമില്ലാന്നില്ല. അപ്പോൾ ഞാൻ സവാള സവാള പച്ചക്കിട്ടാലും കുഴപ്പമില്ല. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പച്ചമണം മാറിയില്ലെങ്കിൽ ആ കറിയുടെ രുചി വേറൊരു കൊള്ളാത്തൊരു രുചി വരും. അതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് വെളിച്ചെണ്ണയിൽ മൊരിയിച്ചിടുകയാണ്. ഒരുപാട് അങ്ങോട്ട് മൊരിയിച്ച് കറുത്ത കളറാക്കാതെ ഒന്ന് പച്ച അത് മാറിയാൽ മാത്രം മതി. എന്നിട്ട് മുളക് പൊടിയും ഇത്തിരി മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി മതി. പിന്നെ ഗരം മസാല, കുരുമുളക് പൊടിയൊന്നും ഞാൻ ഇതിനകത്ത് ഇടാറില്ല. ഇവിടെ പപ്പക്ക് അതൊന്നും ഇഷ്ടപ്പെടില്ല. ആ ഒരു രുചി വരുമ്പോൾ വേറൊരു രുചിയായിപ്പോയല്ല എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് കുരുമുളക് പൊടിയൊന്നും നമ്മൾ വിന്താലുവിൽ ഇടാറില്ല. കുരുമുളക് പൊടിയൊക്കെ എൻ്റെ വീട്ടിലൊക്കെ ഇടാറുണ്ട് കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റുമാണ് അതിന്. വേറൊരു ഇത്തിരി ഡാർക്കായിട്ടുള്ളൊരു കറുപ്പ് ഷെയ്ഡ് വരും ആ വിന്താലു ഇറച്ചിക്ക്. പക്ഷേ ഇവിടെ പപ്പക്കൊക്കെ ഇഷ്ടം റെഡ് കളറിലിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടി പോലും വളരെ കുറച്ചേ ഇടുള്ളൂ. പിന്നെ ഇതുപോലെ നമ്മൾ വഴറ്റി, അതായത് ഒന്ന് മൊരിയിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കളറ് റെഡിൽ നിന്നും മാറിയൊരു ഡാർക്ക് കളറിലേക്ക് വരും. അതിവിടെ പപ്പക്ക് ഇഷ്ടമല്ല. പപ്പക്ക് എപ്പോഴും നല്ല റെഡ് കളറിലിരിക്കണതാണ് ഇഷ്ടം. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മൾ പച്ചക്ക് തന്നെ വെക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിൻ്റെ ഒരു ടേസ്റ്റ് മാറാൻ വേണ്ടി മാത്രം ഒന്ന് വഴറ്റിയെടുത്ത്, പിന്നെ വിനാഗിരി ഉപ്പും കൂടി ചേർത്ത് സവാളയും പച്ചമുളകും കൂടി അങ്ങോട്ട് ഇട്ടിട്ട് പിന്നെ അതിങ്ങനെ വഴറ്റിയില്ല. സവാളയും പച്ചമുളകും ഒന്നും അധികം വഴറ്റണമെന്നോ അത്ര ഒരു ഇഷ്ടമല്ല ഇവിടെ. അതുകൊണ്ട് നമ്മളിങ്ങനെ അങ്ങോട്ട് വെച്ച് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ അത് അവിടെ ഇരുന്നിട്ട് വെന്തോളും. ബാക്കി പകുതി ഞാനവിടെ കട്ട് ചെയ്യാതെ വെച്ചിട്ടുണ്ട്. കാരണം ഇത് നമ്മൾക്ക് ഉച്ച കഴിക്കാനുള്ള കറി ആയതുകൊണ്ട് അത് അവിടെ ഇരുന്ന് വേകുന്ന നേരത്തിന് മറ്റേത് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാമല്ല. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തെടുത്ത് അത് വെറുതെ ഉപ്പും മഞ്ഞളും സവാള പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് വേഗം. അപ്പോൾ അതിനൊക്കെ ഞാൻ വെളുത്തുള്ളി കുറച്ച് പൊളിച്ചെടുത്തിട്ടുണ്ട്, ഇഞ്ചിയും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല, അത് വേറൊരു രുചി വരും. അതുകൊണ്ട് അതിന് നമുക്ക് ഇത്തിരി ടൈം കിട്ടിയല്ല. അപ്പോൾ കറിക്കുള്ളത് വേഗമാക്കാൻ വേണ്ടിയിട്ടാണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടത്. ഇതിന് അതൊക്കെ റെഡിയാക്കി എടുത്തിട്ട് വേവിച്ച്. പിന്നെ നമ്മുടെ റൂബിക്ക് ബീഫ് മേടിക്കുന്ന ദിവസം ബീഫ് കൊടുക്കുമല്ല, എപ്പോഴും ബീഫ് കൊടുക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഇതിൻ്റെ മീതിൽ തന്നെ റൂബിക്കുള്ള ബീഫ് ഉപ്പ് കലരാതിരിക്കാൻ വേറൊരു പാത്രത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാം ക്ലീൻ ചെയ്തിട്ട് തന്നെയാണ്. കാരണം അത് നമ്മൾ കഴിക്കാനുള്ള ബീഫിൻ്റെ കൂട്ടത്തിൽ നിന്ന് തന്നെയാണ് വെക്കുന്നതെങ്കിലും
അവൾക്ക് ഉപ്പ് പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ വേറെ പാത്രത്തിൽ വെക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഒന്നിച്ച് വേവിച്ചിട്ട് ഇതിനകത്ത് നിന്ന് എടുത്ത് കൊടുത്താൽ മതി അവൾക്ക്. അപ്പോൾ അങ്ങനെ ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മീതിൽ അപ്പോഴാണ് ഞാൻ ഇതിനകത്ത് വെള്ളം ഒഴിക്കാൻ മറന്നുപോയി എന്ന് ഓർത്തത്. കാരണം ഇതുപോലെ പാത്രം വെച്ചിട്ട് മീതയിലൊരു പാത്രം കൂടി വെച്ചിട്ട് നമ്മൾ വേവിക്കുമ്പോൾ ആവി വെള്ളം നേരെ ഈ പാത്രത്തിലേക്കായിരിക്കുള്ളൂ കൂടുതലും വീഴണത്. നമ്മുടെ കുക്കറിൻ്റെ അകത്തുള്ളത് അടിയിൽ കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഏതായാലും ഇങ്ങനെ മീതിൽ പാത്രം വെക്കുമ്പോൾ ഉള്ളിൽ വെള്ളം ഒഴിച്ച് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ മിക്കവാറും കരിഞ്ഞു പിടിക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെള്ളമൊക്കെ സൈഡിൽ കൂടി ഇത്തിരി ഒഴിച്ച് കൊടുത്തിട്ട്, അപ്പോൾ നമുക്ക് വെള്ളം അതിനകത്ത് ഉണ്ടെങ്കിൽ നല്ലതാണ്. അടുത്ത കറി വെക്കുമ്പോൾ ആ ഒരു സ്റ്റോക്കും കൂടി ചേർത്തിട്ടുള്ള കറിയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ അത് രണ്ടും ആയി. അപ്പം നമ്മുടെ റിച്ചാർഡ് ബീഫൊന്നും കഴിക്കാത്ത ആളല്ലേ, അപ്പോൾ അവന് മുട്ട ബുർജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അവനോട് ഞാൻ ചോദിച്ചില്ല എന്ത് വേണമെന്ന്. കോളിഫ്ലവർ ഒരെണ്ണം മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് മഞ്ചൂരിയൻ അങ്ങനെ ഉണ്ടാക്കാനുള്ള ഒരു സമയവും എനിക്ക് സമയം മാത്രമല്ല ഒരു മനസ്സുമില്ല. അപ്പോൾ ഇത്തിരി എളുപ്പത്തിൽ ഇത്തിരി ബുർജി അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചാൽ ഞാൻ ചോദിക്കാൻ നിന്നില്ല. ഇത് ഇഷ്ടമാണ്, അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആദ്യം ഞാൻ സവാളയും പച്ചമുളക് ഇഷ്ടമല്ല, അതുകൊണ്ട് നമ്മൾ മുളക് പൊടിയാണ് ഇട്ടേക്കണത്. സവാളയും മുളക് പൊടിയും കൂടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വെളിച്ചെണ്ണയിലേക്ക് അതൊന്നിട്ട് പതിയൊന്ന് ഇളക്കി ചെറിയ ഒന്ന് ഇതായിട്ട് ചൂട് കയറിയതിൽ അപ്പോൾ തന്നെ നമ്മൾ 2 മുട്ടയും കൂടി അതിനകത്തേക്ക് ബീറ്റ് ചെയ്തിട്ട്, ഉപ്പൊക്കെ അതിനകത്ത് ഉള്ളതുകൊണ്ട് മുട്ടയിൽ ഉപ്പൊന്നും ഇട്ടിട്ടില്ല. ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് ആക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ അവന് കൊടുക്കാമല്ലാന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നാണെങ്കിൽ ചോറ് ഞാൻ വെച്ചിട്ടില്ല. ഉച്ചക്ക് 2 ദിവസത്തെ ചോറ് ഓരോരോ പാത്രമായിട്ട് ഫ്രിഡ്ജിൽ ബാക്കി വന്നതുണ്ട്. പിന്നെ ഒന്ന് വെച്ചാൽ മന്തി റൈസ് മാത്രമായിട്ട് കുറച്ചിരിക്കുന്നുണ്ട്. ഇതെല്ലാം തീരണമല്ലോ എന്ന് വിചാരിച്ച് 2 പാത്രത്തിലായിട്ട് ചോറ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് പുറത്ത് ഞാൻ വെച്ചേക്കണേണ്. കഴിക്കണ സമയത്ത് ഓവനിൽ വെച്ചൊന്ന് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അത് ചോറ് കൂടുതലാണ് എങ്കിലും ഉള്ളതെല്ലാം കൂടി പുറത്തോട്ട് ഞാൻ വെച്ചേക്കണേ. പിന്നെ ഉള്ളത് മന്തി റൈസ്. അത് ഞാൻ അങ്ങനെ കൊടുക്കാമെന്ന് വെച്ച് റിച്ചാണ് ഏതായാലും വേണ്ട അങ്ങനെയൊക്കെ. പിന്നെ അതായത് അതിൻ്റെ ചിക്കൻ ഇല്ലല്ലോ, വെറുതെ മന്തി റൈസായിട്ട് അവന് വേണ്ടാന്ന് പറഞ്ഞ്. അപ്പോൾ അത് ഞാൻ കഴിക്കാമെന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കഴിക്കണത്. പക്ഷെ ഭയങ്കര കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കും എനിക്ക് ഈ മന്തി റൈസൊക്കെ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ എനിക്കത് ഒട്ടും തന്നെ ഇഷ്ടമല്ല. പക്ഷേ എങ്കിലും വിചാരിച്ച് ഇന്നിപ്പോൾ ഏതായാലും ഫുഡ് ബാക്കിയുള്ളതൊക്കെ തീരട്ടെ, രാത്രി ആകുമ്പോൾ ഇത്തിരി കഞ്ഞി എന്തെങ്കിലും വെക്കാം. കാരണം ഇന്ന് എനിക്കിപ്പോൾ ഡെൻ്റൽ ക്ലിനിക്കിൽ വിസിറ്റ് ചെയ്യാനുള്ള ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ഏതായാലും എനിക്ക് കഴിക്കാൻ പറ്റുന്നൊരു അവസ്ഥയുമായിരിക്കില്ലെന്ന് എനിക്കറിയാം. കാരണം കഴിഞ്ഞ ദിവസവും നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലിനിക്കിൽ. അപ്പോൾ എൻ്റെ പല്ലിൻ്റെ പ്രധാനപ്പെട്ട ഒരു കേടിൻ്റെ കാര്യം അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നല്ല. ഒന്നില്ലെങ്കിൽ അത് ഇംപ്ലാന്റ് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ ആ 3 പല്ലിൻ്റെ ഒരു ക്യാപ്പ് പോലെ അത് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അത് പറിച്ച് കളഞ്ഞിട്ടൊക്കെ. പക്ഷേ കഴിഞ്ഞ ദിവസം ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവർ അത് ഡീറ്റെയിൽഡായിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം അത് പറിക്കാതെ തന്നെ അതിൽ വേറെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തിട്ട് അതിൽ നമ്മൾക്ക് ക്യാപ്പൊക്കെ ഇട്ട് റൂട്ട് കനാലി ചെയ്ത് ക്യാപ്പൊക്കെ ഇട്ടിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസം തോന്നി. കാരണം പണി കുറഞ്ഞ്. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം പോയി അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പോകുമ്പോൾ മിക്കവാറും ആ പല്ലിൻ്റെ റൂട്ട് കനാലി ചെയ്യുമോ എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ റൂട്ട് കനാലി ചെയ്യുമ്പോൾ ചിലപ്പോൾ വേദന ഉണ്ടാവും വരുമ്പോഴേ, മരവിപ്പൊക്കെ മാറുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്ന് ഭക്ഷണം കഞ്ഞിയാക്കാം വൈകുന്നേരം എന്നൊക്കെ വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ഈ ഇത് വിന്താലുവർച്ചിയുടെ അകത്ത് ഏറ്റവും അവസാനം ഇത്തിരി പഞ്ചസാര ഇടണം കേട്ടോ, 1 ടീസ്പൂൺ പഞ്ചസാര ഇടണം. നല്ലൊരു ടേസ്റ്റ് ആയിട്ട് വരും കേട്ടോ. മമ്മിയുടെ മുത്തിന് ബീഫ് ഇരിക്കണ കണ്ടാ കൊച്ച് മുത്തേ, അവിടെ മുത്തേ മണക്കണേ മണക്കണേ. മമ്മിയുടെ അടുത്ത് വന്നാ മമ്മിയുടെ അടുത്തിരിക്കാൻ പോണ കൊച്ച്. മാമിയുടെ മുത്തുവാ, ആമിയുടെ മുത്തുവാ. കൊച്ചിനെ എടുത്തു കൊടുക്കണം അല്ലേ, കൊച്ചിനെ എടുത്ത് കൊടുക്കണം. ആമിയുടെ മുത്തിനെടുത്ത് തരുമല്ല മമ്മി എടുത്ത് തരും. ചൂടുണ്ട് വന്നാ, ഇത്തിരി ചൂടുണ്ട് കേട്ടാ. അതെ മാറിയിരിക്കണേ, നിർബന്ധിക്കാനാ പറയണതേ. ബീഫാണ് വന്നാ. അല്ല വേറെ സ്ഥലത്തേക്ക് നോക്കിയിരിക്കണേ കഴിക്കാതെ. ഞാനിങ്ങോട്ട് നീക്കുമ്പോൾ അവൾ നോക്കും, അങ്ങോട്ട് കൊടുക്കുമ്പോൾ അവളിതേ മുഖം മാറ്റിക്കളെ. ഇതേ ഞാൻ ഇങ്ങോട്ട് നീങ്ങുമ്പോൾ നോക്കും. ആൾ പോകണം.
വേണ്ടിപ്പാ ഇന്നമ്മ വേണ്ട പിന്നെ വേണ്ടേ മാറ്റി പിടിക്കണ്ട കുഞ്ഞു ബാവകളെ പോലെ മുത്തിന് മമ്മിയുടെ മോനി ആഗ്രഹമുണ്ട് എങ്കിൽ തന്നെയും ഒന്ന് നമ്മൾ നിർബന്ധിക്കുമ്പോൾ അത് നിർബന്ധിച്ചിട്ടാണ് കഴിച്ചത് എന്നുള്ള ഒരു രീതിയിൽ കഴിക്കണം. അതാണ് ഇഷ്ടം. ചൂടൊന്നുമില്ല കേട്ടോ, നേരി ചൂടുള്ളൂ. എവിടെ നിന്ന് എന്നാ കഴിക്കുമ്പത്തപ്പോ അവിടെ മോൻ അവിടെ മോൻ അവിടെ മോൻ അവിടെ മോൻ അവിടെ മോൻ മമ്മിയുടെ മുത്ത് അമ്മിയുടെ മുത്ത്. അങ്ങനെ റൂബി അതെല്ലാം കഴിച്ചു കേട്ടോ. അവൾക്ക് ബീഫൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൂ, പക്ഷെ ഞങ്ങളങ്ങനെ കൊടുക്കാറില്ല. എപ്പോഴും ഞാൻ പറയുമല്ല. ഇനി ഞാൻ കാണിക്കണതില്ലേ, ഭൂരിഭാഗം ആളുകൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. അത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ നമ്പർ 2 പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതുപോലെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കഴുകി കഴിഞ്ഞ് വരുമ്പോൾ ഇതുപോലെ ഇവിടെ വെള്ളം അടിച്ച് കയറിയിട്ടുണ്ടാവും. നമ്മളറിയില്ല. ഈ ഹെൽത്ത് ഫോസറ്റ് യൂസ് ചെയ്യുമ്പോൾ ഇത് പ്രഷറിൽ വെള്ളം ഇവിടെ വന്ന് വീഴും. ഇവിടെ വന്ന് വെള്ളം വീഴുന്ന സമയത്ത് നമ്മളുടെ വേസ്റ്റും അവിടെ വന്ന് കുറച്ച് ചില സമയങ്ങളിൽ വീഴും. എപ്പോഴെന്ന് പറയാൻ പറ്റില്ല. അത് എപ്പോഴാണ് അറിയാത്തതുകൊണ്ട് തന്നെ എപ്പോഴും നമ്പർ 2 കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് പോരണം. അല്ലെന്നുണ്ടെങ്കിൽ ആ വേസ്റ്റ് അവിടെ ഇരുന്നിട്ട് നമ്മുടെ ബാത്റൂം മൊത്തം സ്മെല്ലും ഉണ്ടാക്കും. അതുപോലെ അടുത്ത് കയറുന്ന ആൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുകയും ചെയ്യും. അപ്പോൾ ഇത് ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്രെയിമേലും പിന്നെ ആ ക്ലോസറ്റിന്മേലും വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്തേക്കണം കേട്ടോ. എപ്പോഴും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയോ. നിങ്ങളിത് ഈ ഫ്രെയിം എടുത്തൊന്നും മാറ്റാതെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഇത് അടിയിൽ അങ്ങനെ ഇരുന്നിട്ട് പിന്നെ അത് മോശമായിട്ട് വേറൊരു സ്മെല്ലായി വരും. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഒരിക്കലും ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണത്. അതുപോലെ നമ്മളുടെ ഈ ഒരു ഫ്രെയിം ഇങ്ങനെ തുറന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പാറ്റ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നടക്കൂല കേട്ടോ. ഇരിക്കുന്ന സമയത്ത് മാത്രം യൂസ് ചെയ്യുമ്പോൾ മാത്രം ഇതിങ്ങനെ ഇട്ടിട്ട് അതിലിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് പൊക്കി ഇത് നിവർത്തി വെച്ചേക്കുക. രാത്രി കാലങ്ങളിലൊക്കെ നമ്മൾ കിടക്കുന്ന സമയത്തൊക്കെ ഇതിൽ പാറ്റയും എട്ടുകാലിയൊക്കെ കയറി നടക്കും. അതിൽ നമ്മളിരിക്കുമ്പോൾ ചൊറിച്ചിലുണ്ടാവും. അതുകൊണ്ട് അത് പൊക്കി വെക്കുക. അതുപോലെ ഫ്ലഷ് ചെയ്യണ സമയത്ത് ഇത് അടച്ച് വെച്ചിട്ട് മാത്രം ഫ്ലഷ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് തന്നെ ഒരു ടിപ്പ് കേട്ടോ. അപ്പോൾ ഞാനും റിച്ചാർഡും ക്ലിനിക്കിലൊക്കെ പോയി തിരിച്ച് വന്ന് എൻ്റെ പല്ല് റൂട്ട് കനാൽ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഒരു സിറ്റിംഗ് അവർ പറഞ്ഞിട്ടില്ല, ഡേറ്റ് തന്നിട്ടില്ല. ആ ഒരു സിറ്റിങ്ങിൽ ഇനി വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ ചെയ്തിട്ട് അതിൻ്റെ അളവൊക്കെ എടുക്കും. നമ്മൾക്ക് ക്യാപ്പ് വെക്കാനുള്ള അളവൊക്കെ എടുക്കും. അത് കഴിഞ്ഞ് അടുത്തൊരു സിറ്റിംഗ് പറയുമ്പോൾ ഈ ക്യാപ്പ് പോയിട്ട് ഇട്ടുക. തീർന്ന് അത്രയേ ഉള്ളൂ. ഇനി എൻ്റെ പല്ലിൻ്റെ പണികളെല്ലാം തീർന്നിട്ട്. അപ്പോൾ അതൊക്കെ തീർന്നു കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം കൂടി ഒന്നിച്ച് കാണിക്കാം എങ്ങനെയാണ് എൻ്റെ പല്ലുണ്ടായിരുന്നതെന്നൊക്കെ. അപ്പം നമ്മൾക്ക് അനസ്തേഷ്യ ഇഞ്ചെക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ഈ റൂട്ട് കനാൽ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് പെയിൻ ആയിരിക്കും. അപ്പം നമുക്ക് വീട്ടിലെത്തി കഴിഞ്ഞാലും ആ ഒരു മരവിപ്പ് മാറൂല. അതുകൊണ്ട് തന്നെ ഞാൻ ഏകദേശം 1 മണിക്കൂർ കിടന്ന് ഉറങ്ങിയിട്ട് ആ മരവിപ്പ് മാറട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നു കഴിഞ്ഞിട്ട് ഞാനും റൂബിയും കൂടി നന്നായിട്ട് കിടന്ന് ഉറങ്ങി. റിച്ചാർഡ് ആണെങ്കിൽ കളിക്കാനായിട്ട് പുറത്തേക്കും പോയി. പിന്നെ ഞാനൊരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റിട്ടാണ് ഈ കഞ്ഞി വെച്ചത് കേട്ടോ. അപ്പോൾ റിച്ചാർഡിന് കഞ്ഞി വേണ്ട. വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കളിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ആൾക്ക് നല്ല വിശപ്പെട്ടു. പറഞ്ഞു മമ്മി കഞ്ഞി കുടിച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ എനിക്ക് പകുതി ഉറക്കത്തിൻ്റെ ഇടയിൽ വിശന്നിട്ട് ഞാൻ എഴുന്നേറ്റ് പോകും. അതുകൊണ്ട് ഞാൻ ഇത്തിരി എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ ഈ ബർഗർ മറ്റേ മോമോസ് വെച്ചിട്ടുള്ള ബർഗറും ഈ ഒരു മീലെല്ലാം ഓർഡർ ചെയ്തിട്ട് അതങ്ങനെ കഴിക്കണം കേട്ടോ. അപ്പോൾ ചൈനയിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ അതിനകത്ത് വിനാഗിരി, ആ ബ്ലൂ കളറുള്ളത് വിനാഗിരിയാണ്. പിന്നെ എന്താണ് സോയാ സോസും ചില്ലി സോസും ഒക്കെ പാക്കറ്റിലൊക്കെ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രൈഡ് റൈസ്, ചിക്കൻ മഞ്ചൂരിയൻ, ഹണി ഗ്ലേസ്ഡ് പൊട്ടറ്റോ സാലഡ്, പിന്നെ ഈ ഒരു ബർഗർ, മോമോ വെച്ചിട്ടുള്ള ബർഗർ, ഇത്രയാണ് അവൻ മേടിച്ചിട്ട് കഴിച്ചത്. അപ്പോൾ ഇന്ന് അവസാനം ഞാൻ റൂബിയുടെ ഒരു വീഡിയോ ക്ലിപ്പ് ഇടുന്നുണ്ട്. തലേ ദിവസം അവൾ ഫുഡ് കഴിക്കുന്ന ഒരു വീഡിയോ ആണ്. എത്ര തന്നെ വിശന്നാലും അവൾ താനെ ഫുഡ് കഴിക്കൂല എന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഇടുന്നൊരു വീഡിയോ ആണ്. ഇഷ്ടമുള്ളവർക്ക് തുടർന്ന് കാണാം. എന്താണ് റൂബിക്ക് ഫുഡ് എടുത്ത് വെച്ചിട്ട് റൂബിക്ക് കഴിക്കാൻ കഴിയില്ല. റൂബി കുറച്ചുകൊണ്ടിരിക്കുന്നത് അതെടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കണ്ട
ചിക്കൻ ലെഗ് പീസ് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും അവളത് കുറച്ചുകൊണ്ടിരിക്കണേ എടുത്തു കൊടുക്കാൻ. എടുത്ത് തന്നില്ല, നീ കഴിക്കുവാന്ന് ഞാനൊന്ന് നോക്കട്ടെ. കൊരക്കണേനാണ് ഇതൊട്ട് എടുത്ത് താന്നാണ് ഈ പറയണത്. ലാരിശങ്കറിനാണ് അത്രയും കൊതിയുണ്ട് കഴിക്കാൻ. പക്ഷേ എങ്കിലും റൂബി ഒറ്റയ്ക്ക് കഴിക്കൂല. ഇതുകൊണ്ടാണ് ഇവൾക്ക് വാരി കൊടുക്കുന്നത്. കുറച്ചുകൊണ്ടിരിക്കണേ. ചിക്കൻ താഴെ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഉറുമ്പ് കയറും. അതുകൊണ്ട് എവിടെയെങ്കിലും ഒന്ന് പൊക്കി വെച്ചേക്കും. അതാണ് ഇവിടെ കയറ്റി വെച്ചേക്കുന്നത്. എന്താ കുരക്കണണ്ട റൂബി. ഇതാണ് റൂബിയുടെ അവസ്ഥ. റൂബിക്ക് താനെ കഴിക്കാൻ മടിയാണ്. വഴക്ക് കുറയണേ തന്നെ. എന്താണ് റൂബി? താനെ എടുത്തൊന്ന് കഴിച്ചേ, ഒന്ന് കാണട്ടെ മമ്മി. താനെ ഒന്ന് കഴിച്ചേ മുത്ത് താനെ ഒന്ന് കഴിച്ചേ കാണട്ടെ മമ്മി. ഉണ്ടാ എടുത്ത് തന്നായി പറഞ്ഞു. എൻ്റെ കൈമ്മല നോക്കണം. ഞാൻ കൈ ഇവിടെ വെച്ചപ്പോൾ റൂബി എടുത്ത് കഴിക്ക്. മമ്മി ഒന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണിച്ചു കൊടുക്കട്ടെ റൂബി താനെ കഴിക്കുമെന്ന്. എന്താണ് മുത്ത? എന്തിനുമ്മ സിക്ക വേണ? ദേ ഇരിക്കണ്, സിക്ക ഇരിക്കണ്. കൊച്ചു കഴിച്ചോ, കൊച്ചു കഴിക്ക്, സിക്ക കഴിക്ക്. കൊച്ചടാ എടുക്കാനറിയില്ല. പറ്റുമോ? എന്താണിപ്പാ? കൊച്ചെടുത്ത് കഴിക്ക്. സിക്ക വിടുമ്മ, സിക്ക വിടെ. ദേ ഇരിക്കണം സിക്ക. അത് കഴിച്ചേ കൊച്ച് നല്ല കൊച്ചാണെന്ന് കാണിച്ചു കൊടുത്തേ ഒന്ന്. എല്ലാവരും ഒന്ന് കാണട്ടെ കൊച്ച് നല്ല കൊച്ചാണ്. കൊച്ചെപ്പോഴും മമ്മി വാരി തന്നെ അല്ലേ കാണുന്നത് എല്ലാവരും. കൊച്ചൊന്ന് കഴിച്ചേ. എന്നെ നോക്കിയിരിക്കണേണ്. കഴിക്കൊന്ന് കാണട്ടെ മമ്മി. കുരക്കണേ. നോക്കണത് അതേലേക്കാണ്. പക്ഷെ ആൾ എടുക്കൂല. കുരക്കണേ. അത്രയും കൊതി വന്നിരിക്കണേണ്, വിശന്നിരിക്കണേണ്. എന്നിട്ടും കഴിയില്ല താനെ എടുത്ത് കഴിക്കാനായിട്ട്. കഴിക്ക് മുത്ത്, കഴിക്ക്. അമ്മയുടെ മുത്ത് കഴിക്കും. പിന്നെ കഴിക്കണ വരെ മമ്മി ഇവിടെ ഇരിക്കും. എടുത്തു തരാനാണ് പറയണത്. എന്താണ് വിശക്കണ മുത്തിന്? എന്നാ കഴിക്ക് കൊച്ചു കഴിക്ക്. പാവം തോന്നും. അപ്പം ഞാൻ എടുത്ത് കൊടുക്കും. അപ്പം കഴിക്കും. കണ്ട, അതിനെടുത്ത് കഴിക്കാനായിട്ട് വലിയ വിഷമമാണ്. അത്ര വിശന്നിരിക്കണേണ്. അത് വിശക്കണമുണ്ടെങ്കിൽ അവൾ താനെ കഴിക്കട്ടെ എന്ന് ഞാൻ ഓർത്തതാണ്. എപ്പോഴും ഒരു പ്രാവശ്യം താനെ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് കഴിക്കണില്ല. അത്ര വിശന്നിരിക്കണേണ്. എത്ര വിശപ്പുണ്ടെന്ന് നോക്കി. എന്നിട്ടും കഴിക്കണില്ല. ഭയങ്കര വിശപ്പാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കുന്ന സമയത്ത് അവിടെ മാറിയിരിക്കും. വരൂലടുത്തേക്ക്.